ഹലോ, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്. വി കെയിം ഫോർ ബേസിക് എമർജൻസി ഡോക്ടേഴ്സ് ട്രെയിനിങ് ഫോർ 3 days. ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു. ഞങ്ങൾ 3 പേരും ക്ലാസ് കഴിഞ്ഞ് വന്നതാണ്. ഇന്ന് മോർണിംഗ് എല്ലാവരും ഡയറക്റ്റ് വീട്ടിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയേർഡാണ്. നമ്മൾ നാപ്പ് എടുക്കാമെന്നൊക്കെയായിരുന്നു നമ്മൾ പ്ലാൻ. ആകെ 2 നൈറ്റ്സ് അല്ലേ ഇവിടെ ഉള്ളൂ എന്നൊക്കെ ഓർത്തിട്ട് റൂമിൽ എത്തിയപ്പോൾ തന്നെ നൈറ്റിനൊക്കെ സെറ്റാക്കി ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്തത്. ഇന്നത്തെ നിങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് ബേക്കേഴ്സ് ആർച്ച് കഫേ ആണ്. ഞങ്ങൾ ഓൾറെഡി കഫേനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിലൊക്കെ റിസർച്ച് ചെയ്തിട്ടാണ് വന്നത്. നമ്മൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡെയിലൈറ്റ് ഉള്ളതായിരുന്നു. അതുകൊണ്ട് നൈറ്റ് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ ഔട്ട്ഡോഴ്സിൽ നല്ല കൊതുകായതുകൊണ്ട് നമുക്ക് ഇൻഡോർ സീറ്റിംഗ് ആണ് തന്നത്. അപ്പം മൊത്തത്തിൽ അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾക്കൊരു കൊളോണിയൽ വൈബാണ് ഫീൽ ചെയ്തത്. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും കസ്റ്റമർ സർവീസും ഒക്കെ നല്ലതായിരുന്നു. പിന്നെ കമ്മിങ് ടു ദ മെനു, വി ഓൾറെഡി ന്യൂ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന്. പിന്നെ ഇപ്പോൾ സ്റ്റൈപ്പൻഡൊക്കെ കിട്ടുന്നതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചു വന്നതാണ്. ഞങ്ങൾ നല്ല ഫോട്ടോസ് എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും നടന്നില്ല. ഒരു കെസ്ബില റാപ്പും പിന്നെ ഒരു മിൽക്ക് കേക്കുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിൽ മിൽക്ക് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രൈസിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 350 അങ്ങനെ എന്തോ ഒരു റേഞ്ചിലാണ് ആ കേക്കിന്റെ റേറ്റ് വരുന്നത്. അങ്ങനെ കഫേ മൊത്തത്തിലൊന്ന് നടന്ന് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ രണ്ടാമത്തെ സ്പോട്ടിലെത്തി. ഇതൊരു കുഞ്ഞു മോമോ ഷോപ്പാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇത് കുറേ പേര് നമ്മൾ റെക്കമെൻഡ് ചെയ്തൊരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് പെരി പെരി മോമോസ് ആണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനത്തെ വേറെ സംഭവങ്ങളും ഉണ്ട്. മോമോസ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തെങ്കിലും കുടിക്കണമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ബബിൾ ടീ ഷോപ്പിന് ചോക്ലേറ്റ് ബോബ ഷേക്ക് ഓർഡർ ചെയ്തു. അതത്ര പറയാൻ മാത്രം ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ പോയിട്ടും നമ്മൾ ടൈം ബാക്കി ആയതുകൊണ്ട് കുറെ ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ ലുലു മാൾക്കും കൂടി പോകാൻ തീരുമാനിച്ചു. ലുലു മാളിൽ പിന്നെ ഞങ്ങൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയായിരുന്നു. കുറെ മിനിസോയിൽ കയറി, പിന്നെ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് കയറി. അവിടെ ബ്രെഡ് എടുക്കാനൊക്കെ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തു. പിന്നെ വെറുതെ ബ്രെഡ് എടുത്താൽ ആ ബ്രെഡ് വെറുതെ ഒറ്റയ്ക്ക് എന്തായാലും കഴിക്കൂല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ ലാഭിക്കാനൊന്നും നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
പിന്നെ ഞങ്ങൾ കണ്ടതാണ് പോൾസ് ക്രീമറി. പോൾസ് ക്രീമറി എന്ന് പറയുമ്പോൾ അഹാനന്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് നല്ല പരിചയമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇവിടുത്തെ ഐസ്ക്രീം അഹാന എപ്പോഴും സ്റ്റോറി ഇടുന്നതാണ്, അങ്ങനെ നമുക്ക് അവിടുത്തെ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുത്തെ ഐസ്ക്രീം കഴിച്ചു. ആക്ച്വലി അവിടുത്തെ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഞങ്ങൾ 2 ഫ്ലേവറാണ് വാങ്ങിയത്. 2 ഫ്ലേവറിനും കൂടി 300 രൂപയായി. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലും കൂടി ഒന്ന് കേറിയിട്ട് നേരെ തിരിച്ച് ഹോട്ടലിൽ വന്നു. ഒരു സിനിമ കാണാൻ വേണ്ടി ഇരുന്നു. പക്ഷെ സിനിമ കാണുന്നതിന്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. കാരണം ഞങ്ങൾ നല്ല ക്ഷീണിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ട്രിവാൻഡ്രത്ത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ മോർണിംഗ് നമ്മൾ ക്ലാസ്സിന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ECGന്റെ ക്ലാസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഞങ്ങൾ വിചാരിച്ചതൊന്നുമില്ല ഞങ്ങൾക്ക് ECG റീഡിംഗ് ഒന്നും മനസ്സിലാവും എന്നൊന്നും. പക്ഷെ ഞങ്ങൾക്ക് തിയറി എടുക്കാൻ വന്ന സാറ് അടിപൊളിയായിരുന്നു. സാർ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്, ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് സാർ ക്ലാസ് എടുത്തു തന്നത്. അതേപോലെ ഇന്നലെ ഞങ്ങൾക്ക് BLSന്റെ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. BLSും അതിന്റെ ഹാൻഡ്സ് ഓണും ഉണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു BLSന്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്നും നമ്മൾ പതിവ് തെറ്റിക്കാതെ ക്ലാസ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിലാണ്. അതിൻ്റെ അടുത്തുള്ള കുറച്ച് ഫുഡ് സ്പോട്ട്സ് ഒക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ മഹാബോളി കഴിക്കണം, അതേപോലെ സുടുസുട ഇഡ്ഡലി കഴിക്കണം. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിയപ്പോൾ ഒരു കാസമിഗോ എന്ന് പറഞ്ഞൊരു കഫേയും കൂടെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ അവിടെയും കൂടെ പോകണം. അങ്ങനെ ബോളിയും പാൽപ്പായസവും കഴിച്ചതിന് ശേഷം ഞങ്ങൾ ടെമ്പിളിന്റെ അടുത്തേക്ക് നടന്നു. ടെമ്പിൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ സൺസെറ്റ് കാണണം, സൺസെറ്റിന്റെ ടൈമിൽ ടെമ്പിൾ കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ അന്ന് ക്ലൈമറ്റ് കുറച്ച് ഗ്ലൂമി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ സ്റ്റിൽ നല്ല ഗോൾഡൻ ടെമ്പിൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ടെമ്പിളിന്റെ പരിസരം അതേപോലെ നല്ല ഒരു വൈബ് ഉണ്ടായിരുന്നു കാണാൻ. കാരണം നല്ല ഫ്ലവേഴ്സ് ഷോപ്പും ഒരുപാട് കുപ്പിവളന്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങളും 3 സെറ്റ് കുപ്പിവളൊക്കെ വാങ്ങി. ബ്ലാക്ക് കളറിലുള്ളതാ വാങ്ങിയത്. അത് എന്തിന്റെ കൂടെ ഇടുന്നൊന്നും അറിയില്ല, എന്തായാലും വാങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ നേരെ ഇഡ്ഡലി ഷോപ്പ് ലക്ഷ്യം വെച്ചിട്ടാണ് നടന്നത്. അതൊരു 7 മണിയാകുമ്പോൾ എന്താണ് തുറക്കുക. പക്ഷെ ഞങ്ങളൊരു 6:30 ആയപ്പോൾ തന്നെ അവിടെ എത്തി. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പേര് എഴുതി വെച്ചിട്ട് പോയിരുന്നു. നമ്മളെ പേര് എഴുതിയിട്ട് ബുക്ക് ചെയ്യുന്നൊക്കെ പോലെ പേര് എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പേര് എഴുതി വെച്ചു. കുറച്ചുകൂടി സമയം ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അത് കൂടെ വെറുതെ നടക്കാം. അപ്പൊ മൊത്തത്തിലൊരു ബ്രാഹ്മൺ വൈബ്, നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ ബ്രാഹ്മൺസ് ഒക്കെ ഉള്ള ഏരിയ, അതേപോലെ ഉണ്ടായിരുന്നു അവിടെ കാണാനൊക്കെ. അങ്ങനെ 7 മണിയായി, നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയി. ഞങ്ങൾ അവിടുന്ന് 2 സെറ്റ് ഇഡ്ഡലിയാണ് വാങ്ങിയത്. ഒന്ന് പൊടി ഇഡ്ഡലിയും പിന്നെ ഒന്ന് സോയ ഇഡ്ഡലിയായിരുന്നു. ഇത് ഒരു മസ്റ്റ് ട്രൈ എന്നൊന്നും പറയാനൊന്നുമില്ല, ജസ്റ്റ് 1 ടൈം ട്രൈ ചെയ്യുക. എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എനിക്ക് 3 പേർക്കും അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പോരാത്തതിന് അതും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ വയറ് ഫുള്ളായി. ഞങ്ങൾ ഫുഡ് കഴിച്ച് നോക്കുമ്പോൾ ആ ഷോപ്പിന് മുമ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ ഇന്നത്തെ 2 ഫുഡ് സ്പോട്ട് നമ്മൾ കവർ ചെയ്തു. നമുക്ക് ഒന്നും കൂടി ബാക്കിയുണ്ട്, അതാണ് കാസമിഗോ. അങ്ങനെ ഇവിടുന്ന് 5 മിനിറ്റ് എന്തോ ഉള്ളു, അതുകൊണ്ട് നമ്മളൊരു ഊബർ വിളിച്ചിട്ട് പോയി. ഇതൊരു ഭയങ്കര കുഞ്ഞു കഫയാണ്, ഭയങ്കര എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ളൊരു കഫയാണ്. അവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബീഫ് കറി പോലത്തെ ഒരു സാധനമാണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പേര് എനിക്ക് ഓർമ്മയില്ല. ബീഫ് കറിയും ബ്രെഡും. അങ്ങനെ അതൊക്കെ കഴിച്ചു. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഇത് നമ്മളെ ട്രിവാൻഡ്രത്തെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ ക്ലാസ്സിന് പോവും. അവിടെ നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോവാന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ഈ 3 days സ്റ്റേ ചെയ്തത് നമ്മുടെ ഫ്രണ്ടിന്റെ അച്ഛന്റെ ഹോട്ടലിലാണ്. അപ്പൊ അങ്കിളിനോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് നമ്മളിന്ന് ഇറങ്ങിയത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ക്ലാസ് ആണെങ്കിലും ഞങ്ങളുടെ നൈറ്റ് കറക്കാണെങ്കിലും എല്ലാം ഞങ്ങൾ മിസ് ചെയ്യും. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന് കൂടുതലും ഫുഡ് സ്പോട്ട്സ് ഒക്കെയാണ് എക്സ്പ്ലോർ ചെയ്തത്. അത് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ 3 പേരുടെ ടേസ്റ്റും അങ്ങനെയാണ്. അല്ലാതെ സ്ഥലം കാണാൻ പോവാം, മ്യൂസിയം കാണാൻ പോവാനൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങളെ ഒരു വൈബിനോ അല്ലെങ്കിൽ ഞങ്ങളൊരു ടേസ്റ്റ് അല്ല അത്. നമ്മളിപ്പോ ഹൗസ് ഏജൻസി പീരീഡ് ആയതുകൊണ്ട് തന്നെ ഇനി കുറച്ച് കാലം കൂടെ നമ്മളെല്ലാരും ഒരുമിച്ച് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. അപ്പോ ഞങ്ങൾ എൻജോയ് ചെയ്ത പോലെ തന്നെ നിങ്ങളും ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.